السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് ഗസയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു ഒരു ഐതിഹാസികമായ വിജയം അല്ലാഹുവേ നീ അവർക്ക് നടപ്പിലാക്കണേ. അല്ലാഹ് നീ അവരെ വിജയിപ്പിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വാർത്താ മാധ്യമങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതും കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതൽ വായിക്കപ്പെടാനും കാരണമായ വിഷയം കള്ളപ്പണവും കൈക്കൂലിയും അഴിമതിയും കോഴ നൽകലുമൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇത്യാദി വിഷയങ്ങളൊക്കെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകം മേൽനോട്ടം വഹിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED എല്ലാവർക്കും അറിയാം. ഇന്ന് ഭരിക്കുന്നവർ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെയും തങ്ങളുടെ ഇംഗിതത്തിന് വഴിപ്പെടാതെ ജീവിക്കുന്നവരെ തങ്ങളെ വരുതിയിൽ വരുത്തുന്നതിനും ഒരു രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുന്നു എന്ന് ആക്ഷേപം കാര്യഗൗരവത്തോടെ നിലനിൽക്കെ തന്നെ വേലി തന്നെ വിളതുന്നു എന്ന രൂപത്തിലാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് വാർത്തകളൊക്കെ കൊണ്ടുവന്നു തന്നത്. ED എന്തൊരു ഉത്തരവാദിത്തമാണോ ഏൽപ്പിക്കപ്പെട്ടത് അത് അവർക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ കൈകൂലിക്ക് വിധേയരായി ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് വകുപ്പ് അവരെ മേൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൈകാര്യകർത്തൃത്വങ്ങൾ നൽകപ്പെടുന്ന ആളുകൾ തന്നെ അത് ദുർവിനിയോഗം ചെയ്യുകയും അതിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ അനാവശ്യമായ നീക്കുപോക്കുകൾ നടത്തുകയും അന്യായമായത് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു ഉദ്യോഗമുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ഉദ്യോഗം എന്നത് ഒരു അമാനത്താണ്. ഞാൻ ഇന്ന വിഷയം ചെയ്യുമെന്ന് മറ്റൊരാളോട് പറയുകയും അദ്ദേഹം നമ്മെ ഏൽപ്പിക്കുകയും ചെയ്ത വസ്തുക്കളൊക്കെ അമാനത്താണ്. അമാനത്ത് കൃത്യമായും പാലിക്കൽ സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അമാനത്തിന് നിരക്കാതെ വീഴ്ച വരുത്തിയാൽ അത് വലിയ കുറ്റകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ തെര്യപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങളുടെ അറിവോടുകൂടെ നിങ്ങളുടെ വിശ്വാസ കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളിലും നിങ്ങൾ വഞ്ചന വരുത്താൻ പാടില്ല. വഞ്ചന വരുത്തുക എന്നത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അമാനത്തുകൾ ഏറ്റെടുത്ത എല്ലാവരും അത് കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പിന്നെ ആ അമാനത്ത് ഏറ്റെടുക്കാൻ പാടില്ല.
PSC എഴുതിയിട്ട് ഒരു തസ്തികയിലേക്ക് കയറുമ്പോൾ എന്നെ എന്താണോ ഏൽപ്പിക്കുന്നത് അത് കൃത്യമായി ഞാൻ ഏറ്റെടുക്കുകയും ആ സർവീസിൽ ഞാൻ സേവനം ചെയ്യുന്ന കാലത്തോളം ജനങ്ങൾക്ക് എന്താണോ ഗവൺമെന്റ് പറഞ്ഞത് അത് കൊടുക്കുകയും വേണം. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇതൊരു പബ്ലിക് സർവീസിനെ കുറിച്ച് മാത്രമല്ല, അതിന് സ്വകാര്യ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നാം എടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. അതല്ലാത്തത് ഏറ്റെടുക്കരുത്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അബൂ ദർറിൽ ഗഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ വരുന്നു. വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അലാ തസ്തഅമിലുനി, നബിയേ, എന്നെ പലരെയും ഗവർണറാക്കുന്നുണ്ടല്ലോ അങ്ങ്, അതുപോലെ എന്നെയും ഒന്ന് ഗവർണറാക്കുമോ? റസൂലുള്ളാഹിനോട് ഒന്ന് ചോദിക്കാൻ ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി ഫളറബ ബിയദിഹി അലാ മൻകിബി, മഹാനവറുകൾ പറയാണ്, എന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, യാ ബാദർ ഇന്നക ദഈഫുൻ, നിങ്ങൾ ബലഹീനനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കൂല. ഞാൻ അങ്ങയെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് ഗവർണർ സ്ഥാനം എന്നത്. അത് ചോദിച്ചാണ് അങ്ങ് എന്നെ സമീപിച്ചത്. അതൊരു വലിയ ദൗത്യമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ അന്ത്യനാളിൽ നിന്ദ്യതയും അപമാനവും പേറേണ്ടി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും പൂർണ്ണമായും അത് കൃത്യതയോടുകൂടെ നിർവഹിക്കുക എന്നത് നമ്മുടെ അമാനത്താണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. രണ്ടാമതായി, തനിക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി ഏതാണോ, ആരാണോ ജോലി തന്നത്, അവരെത്ര സമയമാണോ എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. ആ സമയത്തിനിടക്ക് പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സമയത്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഒരു ഓഫീസിലെ സ്റ്റാഫാണ്, അതെങ്കിൽ ആ സ്റ്റാഫ് ചെയ്യേണ്ട ഡ്യൂട്ടി ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് കീപ്പറാണ്, അപ്പൊ മുതലാളി എന്തൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം എന്തെല്ലാം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടോ അതനുസരിച്ച് പാലിക്കൽ അദ്ദേഹത്തിന്റെ ആ തൊഴിലാളിയുടെ മേൽ നിർബന്ധമാണ്. മുതലാളി നോക്കുന്ന അവസരത്തിൽ, അദ്ദേഹം വരുന്ന അവസരത്തിൽ മാത്രം ആക്റ്റീവായി നിന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് വളരെ ഉഷാറായിട്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയും പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോൺ വിളി കാര്യങ്ങളെ, അല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകും. ഇത് ചെയ്യൽ ഹറാമാണ്. സർക്കാർ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇൻസ്പെക്ഷന് വേണ്ടി വരുമെന്ന് അറിയുന്ന ദിവസം മാത്രം ഫയലുകളൊക്കെ നല്ല സെറ്റപ്പിലുണ്ട്, എല്ലാം ഉഷാറുണ്ട്. 10 മണിക്ക് തന്നെ കൃത്യമായി അവിടെ കയറിയിട്ടുണ്ട്, പഞ്ചിങ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഇഴകഴമ്പൻ സംസ്കാരം, ഇത് ഹറാമാണ്. ഇത് ഒരു ഉദ്യോഗസ്ഥന് പാടില്ലാത്തതാണ്. അവന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോവുക എന്നത് അത് രാജ്യത്തോട് നിയമത്തോട് ചെയ്യുന്നത് മാത്രമല്ല, ഇസ്ലാമിൽ തന്നെ അത് വലിയ അപരാധമാണ്. അല്ലാഹുവോടുകൂടെ ചെയ്യുന്ന അമാനത്ത് ലംഘിക്കുക എന്ന വലിയ ലംഘനം അവിടെ നടക്കുകയാണ്. അപ്പൊ എന്താണോ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ആദ്യം രണ്ടുപേരും സെറ്റിൽമെന്റ് ആയി അത് തീരുമാനിച്ച് ആ ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിയാൽ പിന്നെ അത് പൂർണ്ണമായും അത് നടപ്പിലാക്കുക എന്നത് എന്റെ ബാധ്യതയാണ്. ശമ്പളം കൃത്യമായി ഒന്ന് വാങ്ങിക്കൊണ്ടുപോകും, ഡ്യൂട്ടി ഒന്നും നിർവഹിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ നാശമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ഖുർആൻ പറയുന്നു വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലുമൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ വരുത്തുന്നവർക്ക് സർവനാശം ഉണ്ടാവട്ടെ എന്ന് ഖുർആൻ. ഇത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമല്ല, ആ അളവിനെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ ശമ്പളം വാങ്ങുമ്പോൾ അത് കൃത്യമായി വാങ്ങുന്നുണ്ട്, അതിലൊരു നയാ പൈസ വിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ട ഇവന്റെ ഡ്യൂട്ടി ഉണ്ട്, ഇവൻ കൊടുക്കേണ്ട സർവീസ് ഉണ്ട്, അത് പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് നാശമുണ്ടാവട്ടെ എന്ന് ഖുർആൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു
ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ, ഉദ്യോഗസ്ഥനാണ് എങ്കിൽ വളരെ വലിയ നാശമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഉത്തരവാദിത്തത്തെയും കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നാളെയുടെ ലോകത്ത് ചോദ്യമുണ്ട്. ഏതൊരു ഉത്തരവാദിത്തവും ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെയുടെ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അതുകൊണ്ട് മാതൃകകളായി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മേൽഘടകങ്ങളിലിരിക്കുന്നവർ താഴെയുള്ള ആളുകൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. അത് കാര്യക്ഷമമായാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കാര്യക്ഷമതയിൽ അവർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും. അല്ല, അലസമായ ഭാവത്തിലാണെങ്കിൽ അവരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മെ കണ്ടാണ്. അപ്പൊ മാതൃകാപരമായാണ് ജീവിതം നയിക്കേണ്ടത്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവിടുന്ന് പഠിപ്പിച്ചില്ലേ, കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും റാഇയാണ്, നിങ്ങളിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും അതേക്കുറിച്ച് നാളെയുടെ ലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യാതെ നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല. ഒരു വാപ്പാക്ക് മക്കളെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും, ഉമ്മാക്ക് ചോദ്യം ഉണ്ടാകും, ഒരു ഇമാമിന് ചോദ്യമുണ്ട്. അങ്ങനെ എല്ലാ തട്ടുകളിലും ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പേറി ജീവിക്കുന്നവരാണോ അവിടെയെല്ലാം ചോദ്യം ചെയ്യപ്പെടലുകളുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തം അത് കൃത്യമായി ഞാൻ നിർവഹിക്കുന്നുണ്ട് എന്നതായിരിക്കും. ആ കൃത്യത അവനിൽ ഉണ്ടായിരിക്കണം. നാലാമത് ഒരു ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരു വിധത്തിലും താൻ കൊടുക്കേണ്ട സർവീസിന് പകരം ഒരു നയാ പൈസയോ പാരിതോഷികമോ ആവശ്യപ്പെടാൻ പാടില്ല. അതാണ് കൈക്കൂലി എന്ന് പറയുന്നത്. അതാണ് കൈക്കൂലി എന്ന് പറയുന്നത്. നമ്മുടെ ഓഫീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു വിധത്തിലുള്ള പാരിതോഷികവും വാങ്ങാനോ കൊടുക്കാനോ പാടില്ല, ശിക്ഷാർഹമാണ്. കൊടുക്കാൻ മാത്രമല്ല, വാങ്ങാനും കൊടുക്കാനുണ്ട് പാടില്ല, ശിക്ഷാർഹമാണ്. പണം മാത്രമല്ല, ഒരു വിധത്തിലുള്ള പാരിതോഷികം തനിക്ക് കിട്ടേണ്ട സർവീസിന് പകരം, തനിക്ക് കിട്ടേണ്ട ഒരു സർവീസിന് പകരം ഏത് വിധേനയും ആ ഓഫീസറെ സമീപിക്കുന്ന രീതികൾ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമാണ്. ഇത് കടുത്ത ഹറാമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ലഅനത്ത് ചെയ്ത വിഷയമാണ്. അർരിശ്വതു കബീറത്തുൻ മിനൽ കബായിർ, ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് റിശ്വത്ത് എന്ന് പറഞ്ഞാൽ. റിശ്വത്ത് എന്നാണ് പറയാ, കൈക്കൂലി കൊടുക്കുക, കോഴ കൊടുക്കുന്നതിന് റിശ്വത്ത് എന്നാ പറയാ. റിശ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തഅരീഫ് പറഞ്ഞു, അനർഹമായത് സമ്പാദിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളെ തടഞ്ഞു വെക്കാൻ ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന കൈക്കൂലി, ധനം, ഇതിനാണ് കൈക്കൂലി, കോഴ എന്നൊക്കെ പറയുന്നത്. അത് അക്ബറുൽ കബായിറാണ്, കബീറത്തായ ദോഷമാണ്. സ്വഗീറത്തായ ദോഷമാണെങ്കിൽ ഒരു പക്ഷേ നന്മകൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല പുറത്തു തരും. കബീറത്തായ ദോഷമാകുമ്പോൾ അതിന്റെ പല മേഖലകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ആ വിധത്തിലുള്ള തൗബയും വേണ്ടി വരും. അപ്പൊ ഇതിന് വെറും തൗബ മാത്രം മതിയാവില്ല, എന്തുകൂടെ വേണം? മറ്റൊരാളെ ഹഖാണ്, നമ്മൾ അനർഹമായി വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശിയ വൽ മുർതശിയ. കോഴ വാങ്ങുന്നവനും കോഴ കൊടുക്കുന്നവനും, കൈകൂലി വാങ്ങുന്നവനും കൈകൂലിക്ക് കൂട്ടു നിൽക്കുന്നവനും അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപത്തിന് അർഹരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടും അവന്. ഒന്നാമത്തത് കൈക്കൂലി കൊടുക്കുക, വാങ്ങ മാത്രമല്ല, ഞാൻ വാങ്ങാറൊന്നുമില്ല, കൊടുക്കുമല്ലോ, പ്രശ്നമാണ്. കൊടുക്കാനും പാടില്ല. കൊടുക്കാൻ ആളുണ്ടാവുമ്പോഴാണല്ലോ വാങ്ങാൻ ആളുണ്ടാവുക അല്ലേ? കൊടുക്കാൻ ആളുണ്ടാവാൻ പാടില്ല. അപ്പൊ കൊടുക്കുന്ന ആൾക്ക് എന്താണ് ഇപ്പൊ എത്ര വലിയ തെറ്റ്?
കൊടുക്കുന്ന ആൾക്ക് വലിയ തെറ്റുണ്ട്. ഒന്ന്, അനർഹമായത് നേടിയെടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. അവൻ അർഹതയില്ലാത്ത നേടിയെടുക്കുക. ഒന്ന്, അവന്റെ കാർഡ് ഏതായിരിക്കും, APL ആയിട്ടുണ്ടാവും, അതൊന്ന് BPL ആക്കണം. അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ കൊടുത്താൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ എന്നാൽ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കുക. ഹറാമാണ്, അനർഹമായതാണ്. അർഹമായതാണെങ്കിൽ നമുക്ക് അതിന്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ തന്നെ വൈകിയാലും അതിന് അർഹതപ്പെട്ടതാണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ തടഞ്ഞു വെച്ചോ ശിക്ഷ കിട്ടും. നമുക്ക് ദുനിയാവ് മാത്രമല്ലല്ലോ. അപ്പൊ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഈ കാർഡ് നേടിയെടുക്കുന്നത്? ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ കാണിക്കാൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇതിനു വേണ്ടി നമ്മുടെ കാർഡ് ഒന്ന് BPL ആക്കി കിട്ടുന്നതിന് വേണ്ടി 1000-ഓ 2000-ഓ ഒരാളെ കയ്യിൽ കൊടുത്താൽ അത് സാധിപ്പിച്ചു തരുന്നവരുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുക്കുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു വില്ലേജ് ഓഫീസിൽ പോയി എന്താ അവർക്ക് പ്ലാൻ വേണം, അല്ലെങ്കിൽ കെട്ടിടത്തിനൊരു പ്ലാൻ അത് പാസ്സാക്കി കിട്ടണം. പക്ഷെ അവിടെ ആ രൂപത്തിലുള്ള പ്ലാൻ സാധ്യമല്ല, പറ്റൂല, നിയമവിധേയമല്ല, നിയമവിരുദ്ധമാണ്. അപ്പൊ അടിയിലൂടെ നമുക്ക് നിയമവിധേയമാക്കിക്കൂടെ? ഓക്കെ. അല്ലെങ്കിൽ അതിന് ഏജന്റുമാരുണ്ടാവും. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഏതിനും ആനുകൂല്യങ്ങൾ വന്ന് കിട്ടുന്ന ഒരു കാലമാണ് അല്ലെ. എല്ലാം സംവിധാനങ്ങൾ എല്ലാറ്റിനും ഉണ്ട്. അപ്പൊ ആവശ്യപ്പെടാൻ വില്ലേജ് ഓഫീസർ. അപ്പൊ അതിനനുസരിച്ച് കൊടുക്കാൻ നിന്നാൽ അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്. എന്തുകൊണ്ട്? അനർഹമായതാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ റോഡ് നിർമ്മിച്ചു കൊടുത്ത അപകടം അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിന്റെ താഴെയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച അതേ ആ നടന്ന ഭാഗത്തിലൂടെ ഞാൻ പാസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചത് നമുക്ക് എന്ത് സെക്യൂരിറ്റിയാണുള്ളത് എന്ന്. മാത്രമല്ല, മോർഫിഷ്യൽ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ഈ ആഴ്ചയിലെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? വലിയ തീപിടുത്തം ഉണ്ടായി. 4 കോടിയിലധികമാണ് അതിന്റെ നഷ്ടം പറയുന്നത്. അവിടെയും പറഞ്ഞ പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത് അത് നിയമവിധേയമല്ല, നിയമവിരുദ്ധമായ നിർമ്മിതികൾ അവിടെ ഉണ്ട് എന്നാണ്. അവിടേക്കൊക്കെ എങ്ങനെയാണ്, ആരാണ് ഇതിനൊക്കെ നിയമ നിർമ്മാണം നടത്തുന്നത് അല്ലെങ്കിൽ സാങ്ഷൻ കൊടുക്കുന്നത്? ആ കൊടുക്കുന്ന ആളുകൾ കൈക്കൂലി വാങ്ങിയിട്ടാണ്. അതിനാളുകൾ കൈക്കൂലി കൊടുത്തത് കൊണ്ടാണ് ആ കൊടുക്കുന്നവനെ ശപിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ കൊടുക്കുന്ന ആളെയും അള്ളാന്റെ റസൂല് ശപിക്കാനുള്ള കാരണം മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ കൊടുക്കുന്നത്. പോലീസുകാരനെ സമീപിക്കാൻ ഓനൊന്ന് അടക്കി നിർത്തണം പൈസ പിടിക്കാൻ. പോലീസുകാരൻ അവൻ എടുക്കേണ്ട ഡ്യൂട്ടി എടുത്താൽ മതി. അവന് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ്. അതെടുക്കാനേ അവൻ നിർണതയുള്ളൂ. മറ്റുള്ളവൻ പറയുന്നതിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വഴിപ്പെടാൻ പറ്റൂല. മറ്റൊരാളെ ദ്രോഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജഡ്ജിയെ കണ്ടിട്ട് പണം കൊടുക്കുകയാണ് തനിക്ക് അനുകൂലമായ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതൊക്കെ എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന് വന്നു ചേരുന്നത് കൊണ്ട് ഈ കൊടുക്കുന്നയാളും വലിയ കുറ്റക്കാരനാണ്. മാത്രമല്ല, ഇത് കൊടുത്തെങ്കിലേ നടപ്പിലാവൂ, എന്റെ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ട് കിട്ടൂ എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമുക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം എന്താ? കുറെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. സാങ്ഷൻ കിട്ടിപ്പോരാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. ചില ഓഫീസിലൊക്കെ പോയാൽ, വില്ലേജിലൊക്കെ പോയാൽ പോക്ക് വരവ് അത് ശരിയല്ല എന്ന് പറഞ്ഞു കുറെ പോക്ക് വരവ് അങ്ങോട്ട് നടക്കും. അതെന്തിനാ? നിങ്ങളെ പോക്ക് വരവ് കയ്യിലൂടെ ഉള്ള പോക്ക് വരവുണ്ടല്ലോ, ശരിയല്ല എന്നതിൻ്റെ അത് വേഗം ശരിയാക്കി തന്നാൽ ഞാൻ ശരിയാക്കി. ഒരു വില്ലേജ് ഓഫീസ് മാത്രം പറയില്ല, പൊതുവെ വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനും ജഡ്ജി ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കാണാറുള്ളത്. ഏതൊരാൾ നടത്തിയാലും ഇത് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. കാരണം സാമ്പത്തികമായ അസന്തുലിതാവസ്ഥകൾ നിലവിൽ വരാൻ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ വേണം. അത് അസന്തുലിതമായി തീരാനുള്ള കാരണമാണ് ആ നിയമപരമല്ലാത്ത രൂപത്തിലുള്ള ക്രയവിക്രയങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കോഴ കൊടുക്കുക, വാങ്ങുക എന്നത്. ഇതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. മറ്റുള്ളവന്റെ അവകാശങ്ങളെ പിടിച്ചു വാങ്ങലാണ് ഇതിലൂടെ വരുന്നത്. അതുകൊണ്ടാണ് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറാശിയ വൽ മുർതശിയ. കോഴ കൊടുക്കുന്നവനും
കൈകൂലി കൈപ്പറ്റുന്നവനും അവനെ ഞാൻ ശപിച്ചിരിക്കുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ വാങ്ങുന്നവന്റെ അവസ്ഥ പറയേണ്ടതില്ല, അവന് ശാപം വരാനുള്ള കാരണം എന്താ? ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തഖുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദിലു ബിഹാ ഇലൽ ഹുക്കാം. ഖുർആൻ പറയാണ്, വലാ തഖുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾക്ക് അനർഹമായത് നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുപോകരുതേ, ഭക്ഷിക്കരുതേ. അങ്ങനെ ഭക്ഷിച്ചാൽ നമ്മുടെ ദുആ സ്വീകരിക്കൂല, നമ്മുടെ ദുആ സ്വീകരിക്കൂല, അമലുകൾ സ്വീകരിക്കൂല. നമ്മളുടെ മക്കൾ വളർന്നു വരുന്ന ആ വളർച്ച തന്നെ ഹറാമിലാണ് അവർ വളർന്നു വരുന്നത്. അവർ കാരണമായിരിക്കും ഒരു പക്ഷേ പിന്നെ നമ്മുടെ മരണം വരെ സംഭവിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ബാത്തിലായ സാധനങ്ങൾ തിന്ന് ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ടല്ലേ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിച്ചത്, നബിയെ, എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടണം, എന്താ ഞാൻ ചെയ്യേണ്ടത്? അതിബു മത്അമക, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം നന്നാക്കിക്കോ, ദുആന് ഇജാബത്തുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, അന്യായമായത് ഭക്ഷിച്ചാൽ നമ്മളും മോശപ്പെട്ടവരാവും, നമ്മുടെ തലമുറയും നശിച്ചു പോകും. രണ്ടാമത്, ആ അന്യായമായത് നാം ഭക്ഷിക്കുന്നത്, എടുക്കുന്നത് അത് ഒരു കട്ട മുതലിന് തുല്യമാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഅമല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിനൽ അസ്ദി, അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സകാത്തിന്റെ മുതലുകളൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. യുഖാലു ലഹു ഇബ്നുൽ ഉത്ബിയ, ഇബ്നു ഉത്ബിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പോയി. ഫലമ്മ ഖദിമ, തിരിച്ചു വന്നപ്പോൾ 2 കിറ്റുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഹാദാ ലക്കും വഹാദാ ഉഹ്ദിയലി, നബിയേ, ഇത് സകാത്തിന്റെ മുതലാണ്, ഇത് അങ്ങേക്കുള്ളതാണ്. വഹാദാലി, ഈ കയ്യിലുള്ളത് അതെനിക്ക് ആളുകൾ തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വന്നു. നബി തങ്ങൾ മിമ്പറിൽ കയറി ജനങ്ങളെ വിളിച്ചുകൂട്ടി നല്ല ഒരു പ്രഭാഷണം നടത്തി. എന്നിട്ട് ആ പ്രഭാഷണത്തിൽ നബി തങ്ങൾ ചോദിച്ചു, ഫഹല്ലാ ജലസ ഫീ ബൈതി അബീഹി ഔ ബൈതി ഉമ്മി. ഈ വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില ആളുകൾ 2 കിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് എനിക്ക് കിട്ടിയതാണ്, ആ കിട്ടിയതാണെന്ന് പറയുന്നവന്മാര് ഓരോ വീട്ടിലൊന്നിരിക്കട്ടെ, എന്നിട്ട് നോക്കട്ടെ അവര് വീട്ടിലേക്ക് ആരൊക്കെ ഫ്രീ ആയിട്ട് കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ജോലിക്കാരായി പോയപ്പോ തന്നതല്ലേ, വാങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് കൊടുക്കുന്ന മുതലാളിമാര് ഇവർക്ക് ഒരു ചെറിയ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ 100 ആടുള്ളത് 50 ആടാക്കി ചുരുക്കി കൊടുക്കാൻ അവരുടെ മനസ്സ് വരും. കാരണം എന്താ, നമുക്കൊരു അതി കിട്ടിയിട്ടുണ്ടല്ലോ, 50 ആട്, അതിനുള്ള സക്കാത്ത് വാങ്ങിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി എതിർക്കുകയും അവിടെ നിന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യഖുദു അഹദും മിൻഹു ശൈആ ഇല്ലാ ജാഅ ബിഹി യൗമൽ ഖിയാമത്തി യഹ്മിലുഹു അലാ റഖബതി. അങ്ങനെ ആരെങ്കിലും അന്യായമായി സമ്പാദിച്ച് നാളെയുടെ ലോകത്ത് വന്നാൽ അവൻ എന്താണോ സമ്പാദിച്ചത് അത് കഴുത്തിൽ അണിഞ്ഞു വരേണ്ടി വരും എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കൊടുക്കുന്നവരെ വാങ്ങുന്നവരെ ശ്രദ്ധിക്കണം. കൊടുക്കലും വാങ്ങലും കടുത്ത തെറ്റാണ്. ഇന്ന് വ്യാപകമായ ഒരു വിഷയം. ചിലർ ഞങ്ങൾ വാങ്ങുന്നില്ലല്ലോ, കൊടുക്കുന്നില്ല. ഒരു പ്ലാനിന് പാസ്സാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക പറ്റൂല. കുറച്ച് ക്ഷമിക്കേണ്ടി വരും. ക്ഷമ ഇസ്ലാമിന്റെ ഭാഗമായേ റിസ്ക് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവനെ അല്ലാഹു തആല നാളെയുടെ ലോകത്തിട്ട് നന്നായി അവനെ ശിക്ഷിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ വലിയ മിൻ അംരിന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്തു, ആവശ്യക്കാരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ, അവരെ രേഖകളുമായൊക്കെ നമ്മൾ ഓഫീസിൽ വന്ന് കയറിയിറങ്ങുമ്പോ അവൻ കൃത്യമായും അവന് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ തടഞ്ഞു വച്ചാൽ നാളെയുടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റഹ്മത്ത് തടയപ്പെടും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അവനെ അല്ലാഹു തആല വിളിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അവൻ അല്ലാഹു. അതുകൊണ്ട് ഒരിക്കലും ഈ വിധത്തിലുള്ള കോഴ കൊടുക്കാനോ അതുപോലെ തന്നെ കൈക്കൂലിക്കോ കൂട്ടു നിൽക്കാനോ
കൊടുക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇസ്ലാമിൽ വലിയ മോശമായ കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ ശാപം കിട്ടാൻ നാളെ ആഖിറത്തിൽ നരകം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. നല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.